ഇന്ന് ചെറിയൊരു ഇഫ്താർ വ്ളോഗാട്ടോ. അപ്പോൾ നമ്മൾ സമയം നോക്കുമ്പോൾ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നേരെ അടുക്കളയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പിൻ്റെ ഓരോ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇന്ന് കുറച്ചധികം മസാല നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ്. കുറച്ചധികം മസാല ഇന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ളത് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് സമൂസയോ കട്ട്ലേറ്റൊക്കെ ആയി സ്റ്റോർ ചെയ്ത് വെച്ചാൽ പിന്നെയുള്ള നോമ്പ് തുറക്കൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. വീട്ടിൽ കുറച്ച് ബീഫ് ഉണ്ടായതുകൊണ്ട് ബീഫുള്ള മസാല ആട്ടോ നമ്മൾ റെഡിയാക്കി എടുത്തേ. അപ്പോൾ മസാലയൊക്കെ സെറ്റാക്കി. പിന്നെ ഇന്ന് നമ്മൾ മന്തി ആട്ടോ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സമൂസയിലേക്കും കട്ട്ലേറ്റിലേക്കുള്ള മസാലകൾ തമ്മിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, സെപ്പറേറ്റ്. കാരണം സമൂസ കുറച്ച് കടിക്കാനൊക്കെ വേണമല്ലോ. അപ്പോൾ കിഴങ്ങ് നന്നായി ഉടക്കാതെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കട്ട്ലേറ്റ് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നീട് പെട്ടെന്ന് തന്നെ നമ്മൾ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. അതിനുശേഷം നേരെ സമൂസ ഉണ്ടാക്കിയിട്ടോ. എല്ലാം കുറച്ച് അധികം ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി എളുപ്പമാണല്ലോ നമ്മുടെ പണികളൊക്കെ. അങ്ങനെ അതും റെഡിയാക്കി ഓരോന്നോരോന്നായി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ റെഡിയാക്കി നേരെ മന്തി ഒന്ന് ദമ്മിടുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അധികം വേണ്ട മസാലയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചോറും സെറ്റാക്കി അതൊന്ന് ദമ്മിട്ടു. പിന്നെ ഇന്ന് ജ്യൂസ് അടിക്കുന്ന പൈനാപ്പിൾ കൊണ്ടാട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ ഒന്ന് അടിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് തണുക്കാൻ. അതിനുശേഷം എണ്ണക്കടികളൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ടേബിളിൽ കൊണ്ടുപോയി വെച്ച് നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കുകയാണേ. ഒരു ചെറിയ നോമ്പ് തുറ കേട്ടോ നമ്മളെ വീട്ടിൽ തന്നത്തെ. പൈനാപ്പിൾ ജ്യൂസും പിന്നെ കുറച്ച് എണ്ണക്കടികളും പിന്നെ നമുക്ക് വത്തക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാരക്കൊക്കെ വെച്ച് ഒരു ചെറിയ നോമ്പ് തുറയാണ് നമ്മളുടെ. അങ്ങനെ എല്ലാം റെഡിയാക്കി ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നമ്മളെല്ലാം കഴിച്ച് നേരെ നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഖുർആനൊക്കെ ഓതി ഒന്ന് സെറ്റായി. പിന്നെ കുറച്ച് നേരം ഒരു ക്ഷീണം കേട്ടോ. പിന്നെ നേരെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ.